ഹലോ ഫ്രണ്ട്സ്, നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, അവർക്ക് മാത്രം എങ്ങനെ അല്ലെങ്കിൽ അവൾക്ക് മാത്രം എങ്ങനെ ഈ ഫുൾ മാർക്ക് നേടാൻ പറ്റുന്നത്? ഇവർക്ക് വല്ല സൂപ്പർ ബ്രെയിനും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഞാൻ ഒരു രഹസ്യം പറയട്ടെ, അവർക്ക് വലിയ സൂപ്പർ ബ്രെയിനൊന്നും ഇല്ല. ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ജനിച്ചത് മുതലേ ഭയങ്കര ബുദ്ധി ഉണ്ടാവണമെന്നൊന്നുമില്ല. അവർ പഠിക്കുന്ന രീതി അല്ലെങ്കിൽ അവരുടെ സ്റ്റഡി സ്ട്രാറ്റജീസ് നിങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കും ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്കുകാരനാകണം എങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ മാർക്ക് കൂടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനത്തെ ടിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആകാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാരണയായി ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോമൺ ആയിട്ട് നമുക്ക് വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് ഉറക്കം വെച്ചിരുന്ന് പഠിച്ച് എക്സാമിന് പോകുന്നതാണ് വലിയൊരു തെറ്റെന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ഒന്നും അല്ല അല്ലേ. ഒറ്റയടിക്ക് എല്ലാ ഇൻഫർമേഷനും കൂടെ കൊടുത്താൽ അത് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ തലച്ചോറിനുണ്ട്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് പോയിട്ട് പകുതി കാര്യങ്ങളും മറന്നു പോകാനുള്ള ഒരു സാധ്യതയും അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത്, ഒരു ടൈം ടേബിളും ഇല്ലാതെ തോന്നുമ്പോൾ മാത്രം പുസ്തകം എടുത്ത് വായിക്കുന്നത്. ഈ രണ്ട് ശീലങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ഒഴിവാക്കേണ്ടതുണ്ട്. പല കുട്ടികളും എനിക്ക് മാർക്ക് കിട്ടുന്നില്ല എന്ന് പരാതി പറയാറുണ്ട്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പുസ്തകത്തിലുള്ളത് അതുപോലെ തന്നെ കാണാപ്പാഠം പഠിച്ച് ചോദ്യം അതേപോലെ പഠിച്ചു പോകും. എന്നിട്ട് ചോദ്യം ഒന്ന് വളച്ചൊടിച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ ഉത്തരം എഴുതാൻ പറ്റിക്കോണമെന്നില്ല. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ മാത്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറേ ഫോർമുലാസ്, ഇക്വേഷൻസ്, കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രാക്ഷൻ നോക്കുകയാണെങ്കിലും ഡെസിമൽ നോക്കുകയാണെങ്കിലൊക്കെ അവയിൽ കുറേ കാണാപ്പാഠം പഠിച്ചു പോയിട്ട് നമുക്ക് കാര്യമുണ്ടോ? ഇല്ല. അത് എങ്ങനെ വന്നു, അത് എങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ. സപ്പോസ് നമുക്ക് മാത്സ് ഒക്കെ ഫ്രാക്ഷൻ്റെ കേസൊക്കെ നമുക്കൊരു പിസ്സ മുറിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ച് എന്ത് ചെയ്യണം, ബന്ധിപ്പിച്ച് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് അതിന് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ തന്നെ സയൻസിലും മാത്സിലേക്ക് ഈ ബേസിക്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഭാവിയിൽ നിങ്ങൾ സ്കൂൾ എക്സാംസിനും അതേപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീവ് എക്സാംസിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് മാത്സിലൊക്കെ എക്സൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയാനുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഫ്രണ്ട് അയച്ചൊരു റീല് നിങ്ങൾ കാണുന്നത് പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മൊബൈൽ ഫോണും വീഡിയോ ഗെയിമുകളൊക്കെ ഒഴിവാക്കി നിർത്തണം. അതൊന്നും നമ്മൾ പഠിക്കുന്ന അവിടെ വേണ്ട, അവിടെ വെക്കാൻ പാടില്ല. പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് വീട്ടിലൊരു ചെറിയ സ്ഥലം നിങ്ങൾ കണ്ടെത്തണം. അവിടെ ഇരുന്നാൽ പിന്നെ പഠിത്തം മാത്രം. പഠിക്കാൻ പുസ്തകം തുറക്കുമ്പോൾ ഫോൺ മറ്റൊരു റൂമിൽ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്തോ എങ്ങോ കൊടുത്തിട്ട് നിങ്ങൾ ഫോൺ അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. ഈ ഒരു മാറ്റം നിങ്ങളുടെ കോൺസെൻട്രേഷനെ ഡബിൾ ആക്കി മാറ്റുന്നതായിരിക്കും. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾ ഒരുപാട് സമയം ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കളിക്കാനും വിനോദങ്ങൾക്കും ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സിമ്പിളായൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സ്കൂൾ വിട്ട് വന്നിട്ട് നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലി ഒരു 2 hours എങ്കിലും മിനിമം പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാന സമയം എക്സാമിലേക്ക് അടുക്കുമ്പോൾ ഒന്നുകൂടി റിവിഷനൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അങ്ങനെ ഈ 2 മണിക്കൂർ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 45 minutes പഠിച്ചിട്ട് 10 minutes ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിൽ നിങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കുക, നടക്കുക ഒക്കെ ചെയ്യുക. അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ ടൈമിൽ തന്നെ നിങ്ങൾ അന്നന്ന് ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ അന്ന് തന്നെ വായിച്ചു തീർക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ പകുതി വിജയിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ തലച്ചോറ് ചെറിയൊരു ചോർച്ചയുള്ള ബക്കറ്റ് പോലെയാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പതിയെ അതിലൂടെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. ഇത് തടയാൻ വേണ്ടിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. അപ്പോൾ ഞായറാഴ്ചകളിൽ, ഓരോ വീക്കിലെയും റിവിഷൻ നിങ്ങൾ ഞായറാഴ്ചകളിൽ 1-2 മണിക്കൂർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ വെറുതെ ഒന്ന് മറിച്ച് നോക്കുക, ഒന്ന് റിവിഷൻ ചെയ്യുക. സ്വന്തമായി ചെറിയ നോട്ടുകളൊക്കെ തയ്യാറാക്കുക. ഇത് പരീക്ഷാ സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി പരീക്ഷാ ഹാളിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഉത്തരം എല്ലാം അറിയായിരിക്കും, പക്ഷെ പേപ്പർ കണ്ടാൽ നിങ്ങളുടെ മാർക്ക് ഇടുന്ന ടീച്ചർക്ക് ഒന്നും തന്നെ മനസ്സിലാകില്ല. എപ്പോഴും അപ്പോൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിയായിട്ട് വ്യക്തമായ ഒരു ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ചോദ്യ നമ്പർ കൃത്യമായിട്ട് ഇടാൻ മറക്കരുത്. പരീക്ഷാ പേപ്പർ കിട്ടിയാൽ ആദ്യം തന്നെ നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾക്ക് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവസാനത്തേക്ക് വെക്കാം. സമയം കളയാതെ ഏറ്റവും മികച്ച രീതിയിൽ പേപ്പർ അവതരിപ്പിച്ചാൽ തന്നെ ടീച്ചർമാർക്ക് നിങ്ങളോട് ഒരു മതിപ്പ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നാളെ മുതലല്ല, ഇന്ന് മുതൽ തന്നെ നിങ്ങൾ തുടങ്ങി വെച്ച് നോക്കുക. നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ നേടാൻ സാധിക്കും. ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് എന്നത്
ആർക്കും അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല, ആർക്കും വെറുതെ കിട്ടുന്നതല്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് അത് ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് നേടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ നന്നായി പഠിക്കും എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. രണ്ടുപേരും ഒരുമിച്ച് തന്നെ പഠിച്ച് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. ഈ കൊല്ലം നിങ്ങളുടെ ലക്ഷ്യം എത്ര ശതമാനം മാർക്ക് വാങ്ങണം എന്നുള്ളതാണ് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കമൻറ്റുകളൊക്കെ നോക്കുന്നതായിരിക്കും. അപ്പോൾ അടിപൊളി വീഡിയോകൾക്കായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.